ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ധ്യാനത്തിന് മഹത്തായ ഒരു സ്ഥാനമാണ് ഉള്ളത്. എന്താണ് ധ്യാനം? ധ്യാനം എന്നാൽ യാനം. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, യാനം എന്നാൽ യാത്ര, ബുദ്ധിയുടെ യാത്ര. അതായത് വിവേകത്തോടു കൂടിയുള്ള ജീവിതത്തിനാണ് ധ്യാനം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴാകട്ടെ മനസ്സിൻ്റെ യാത്രയാണ് ഏതൊരു മനുഷ്യനുമുള്ളത്. മനസ്സിൻ്റെ യാത്ര എന്നാൽ മനസ്സിന്ദ്രിയങ്ങളിൽ കൂടി ശബ്ദ സ്പർശ രൂപരസഗന്ധാദികളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിൻ്റെ ഓട്ടത്തിന് കൂട്ടായി ബുദ്ധിയും കൂടെയുണ്ട്. ബുദ്ധി കൂടെയുണ്ടെങ്കിലേ മനസ്സിനും ഇവിടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. അതിനാൽ ബുദ്ധിയും മനസ്സും ചേർന്ന് വിഷയാത്മകമായി രാഗദ്വേഷങ്ങൾ വളർത്തി ജീവനെ ദുഃഖത്തിൽ ആഴ്ത്തുന്നു. അല്പമായ സുഖം തരും, അനൽപമായ ദുഃഖവും തരുന്നു മനസ്സിൻ്റെ കൂടെ പോയാൽ. എന്നാൽ ബുദ്ധിയുടെ പിന്നാലെ മനസ്സ് വരികയാണെങ്കിൽ അത് ആത്മോന്മുഖമായി തിരിയുകയും മനസ്സും ബുദ്ധിയും ഒന്നായി ആത്മസ്വരൂപത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ധ്യാനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ധ്യാനം തുടർന്നീ വിധമാത്മകാര്യം സാധിക്കയാം വേണ്ടത് ബുദ്ധിയുള്ളോർ. ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണമേതൊരാളും. നമ്മുടെ ജീവിതത്തിൽ ധ്യാനം ഒരു സ്വഭാവമായി തീർക്കണം. ധ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക, ചന്ദനപ്പടി ഇട്ടിരുന്ന് കൈകൾ രണ്ടും ഏതെങ്കിലും മുദ്രയിലോ അല്ലെങ്കിൽ മടിയിലോ വെച്ച് തൻ്റെ കണ്ണുകൾ മുകളിലേക്കാക്കിയോ അല്ലെങ്കിൽ കണ്ണടച്ചോ ഇരിക്കുന്നതാണ് ധ്യാനം എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് ധ്യാനം തന്നെയാണ്. പക്ഷേ നാം വ്യവഹരിക്കുന്ന ഏതൊരു സ്ഥലത്തും വിവേകത്തോടു കൂടിയ ബുദ്ധിയുടെ പ്രവർത്തനം അനിവാര്യമാണ്. മനസ്സും ബുദ്ധിയും പരസ്പരം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഏത് കാര്യത്തിനും ബുദ്ധി പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ മനസ്സ് വേണം. എന്നാൽ മനസ്സ് പ്രബലമാകുമ്പോൾ മനസ്സിൻ്റെ പിന്നാലെ ബുദ്ധിയും പോകുന്നു. ഇവിടെ മനസ്സിൻ്റെ പിന്നാലെ ബുദ്ധി പോകുന്നത് ലോക വ്യവഹാരത്തിനും അത് നമുക്ക് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കി തീർക്കുന്നു, ജീവനെ അസ്വസ്ഥനാക്കുന്നു. എന്നാൽ ബുദ്ധിയുടെ കൂടെ മനസ്സ് യാത്ര ചെയ്താൽ ആ മനസ്സ് നമുക്ക് പരമമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. മനസ്സാണ് ദുഃഖത്തിനും സുഖത്തിനും കാരണം. എന്നാൽ മനസ്സിൻ്റെ കൂടെ ബുദ്ധിയാണ് ജനിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ക്ലേശങ്ങളും ദുരിതങ്ങളും ബന്ധങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ബുദ്ധിയുടെ കൂടെ മനസ്സ് അനുഗമിക്കുകയാണെങ്കിൽ ആ മനസ്സ് ഏറ്റവും ഉത്കൃഷ്ടമായ സുഖത്തെ തരാൻ സാധിക്കുന്നു. ഈ സുഖം എപ്പോഴാണ് ഉണ്ടാവുക? ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിൽ ബന്ധിക്കുമ്പോഴാണ് സുഖം. ആ സുഖം നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പരമമായ ആനന്ദാനുഭൂതി നുകരാൻ സാധിക്കുന്നതാണ്. അതാണ് ബുദ്ധിയുടെ കൂടെ മനസ്സ് പോയാലുണ്ടാകുന്ന അവസ്ഥ. എന്നാൽ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുമ്പോൾ ബുദ്ധിക്ക് വരാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ബുദ്ധി
പിന്നാലെ അനുഗമിക്കുന്നു, ജീവനെ ദുരിതത്തിൽ ആഴ്ത്തുന്നു. ഇതിലേത് യാത്രയാണ് വേണ്ടതെന്ന് മനസ്സിൻ്റെ വികാരാത്മകമായ യാത്ര വേണോ, ബുദ്ധിയുടെ വിവേചനാപൂർവമായ ആത്മലയം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്, ജീവനാണ്. അപ്പോൾ ജീവൻ ആ മനസ്സിൻ്റെ തോന്നിയ വഴിക്കുള്ള പോക്കിനെ തടയുകയും അതിനെ നേർവഴിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യേണ്ടതാണ്. ആ പ്രക്രിയയാണ് സാധന എന്ന് പറയുന്നത്. സാധ്യമായത് എന്താണോ തൻ്റെ ആത്മസ്വരൂപത്തെ അറിയലാണ്. ആ ആത്മസ്വരൂപം അറിയണമെങ്കിൽ ഈ വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ആ നിർവിഷയമാക്കി തീർക്കണം. അങ്ങനെ ആത്മോന്മുഖമായി മനസ്സ് നീങ്ങിക്കഴിയുമ്പോൾ പിന്നീട് ആ മനസ്സ് തിരിച്ച് ഇന്ദ്രിയദ്വാര വരുമ്പോൾ ഈ കാണപ്പെടുന്നതെല്ലാം ഈശ്വരമയമായിട്ടാണ് അനുഭവമാവുക. അവിടെയാണ് എഴുത്തച്ഛൻ യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, ഈ കാണുന്നതൊക്കെ നാരായണൻ്റെ പ്രതിമയായും കേൾക്കുന്നതൊക്കെ നാരായണൻ്റെ കീർത്തനങ്ങളായും ചെയ്യുന്നതൊക്കെ നാരായണ അർച്ചനയായും അനുഭവപ്പെടും. അപ്പോൾ മനസ്സ് ആ പരമമായ സത്യത്തോട് ഒന്ന് സ്പർശിച്ച് തിരിച്ചു വരുമ്പോഴാണ് അതിൻ്റെ അനുഭവതലം മാറുന്നത്. എന്നാൽ ആത്മതലം അറിയാതെ മനസ്സ് വിഷയതലങ്ങളിലേക്ക് മാത്രമാണ് ഒഴുകുന്നതെങ്കിൽ അതിന് ഇത് മാത്രമേ അറിയുകയുള്ളൂ. വിഷയലോകത്തെക്കുറിച്ച് മാത്രം അറിയുകയും ആത്മലോകം അറിയാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിഷയമണ്ഡലത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിച്ച് ആത്മതലത്തിലേക്കൊന്ന് സ്പർശിച്ച് ആത്മതലം എന്തെന്ന് അനുഭവവേദ്യമായി കഴിഞ്ഞാൽ പിന്നീടത് ഇന്ദ്രിയതലത്തിലേക്ക് ഒഴുകിയാൽ രണ്ടും അറിയാൻ കഴിയുന്നു. ആത്മതലത്തിലെത്തുമ്പോഴുണ്ടാവുന്ന പരമമായ സുഖവും സുരക്ഷയും പൂർണ്ണതയും അറിയാം. എന്നാൽ വിഷയതലത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രക്ഷുബ്ധമായ അവസ്ഥയും അറിയാം. അതുകൊണ്ട് അധിക സമയവും പ്രക്ഷുബ്ധമായ ഈ അലകളിലേക്ക് ഇറങ്ങാതെ ശാശ്വതമായ ശാന്തിയിൽ വർത്തിക്കാനാണ് അത്തരം ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളവരെയാണ് മുനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഋഷി എന്ന് പറയുന്നത്. ഋഷി എന്നാൽ സ്ഥിരമായ നിഷ്ഠയിൽ വർത്തിക്കുന്നയാൾ എന്നാണ് ഋഷി എന്ന പദത്തിൻ്റെ അർത്ഥം. ഋഷി മുനി ആയി തന്നെ അവർ വർത്തിക്കുന്നു. മുനിയാവാൻ കാരണം അവർ എന്താണ് സംസാരിക്കേണ്ടത്, സംസാരിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം, ഈ അനിത്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ നിത്യമായ സത്യത്തെ ആണ് പറയാനൊട്ട് കഴിയുകയുമില്ല. അതുകൊണ്ടവർ അതിൻ്റെ ഇടയ്ക്കുള്ള മൗനത്തിൽ ആ പരമാനന്ദം നുകർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. ആ മറ്റുള്ളവർ വിഷയതലത്തിൽ വർത്തിക്കുന്നവർക്കത് കേൾക്കുമ്പോൾ ഇയാൾക്ക് സമനില തെറ്റിയതാണ് എന്ന് തോന്നും. അത് ഭ്രാന്തായിട്ട് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. എന്നാൽ ഇവിടെ ഇരിക്കുന്നവരും ഭ്രാന്തന്മാർ തന്നെയാണ്. വിഷയങ്ങൾ കിട്ടാനിട്ടുള്ള ഭ്രാന്താണ് അവർക്ക്. ആത്മാവിനെ കിട്ടിയ ഭ്രാന്താണ് മുനിമാർക്കുള്ളതും. അതിനാൽ രണ്ടും രണ്ട് അനുഭവം തന്നെയാണ്. ഒന്ന് നശ്വരവും മറ്റേത് അനശ്വരവുമാണ്. അനശ്വരമായ പദത്തിലെത്തുമ്പോൾ നാം പരമസുഖികളാകുന്നു. നശ്വരമായതിലേക്ക് എത്തുമ്പോൾ ചിലതിൽ നിന്ന് സുഖവും ചിലതിൽ നിന്ന് ദുഃഖവും നമുക്കുണ്ടാകുന്നു. ഇതേത് വസ്തുവിൻ്റെയും സ്വഭാവം ഇപ്രകാരത്തിൽ തന്നെയാണ് എന്ന് നാം ബോധിക്കേണ്ടതാണ്. അതിനാൽ നാം ധ്യാനം തുടർന്നീ വിധമാത്മകാര്യം സാധിക്കയാം വേണ്ടത് ബുദ്ധിയുള്ളവരെ സാധിക്കേണ്ടത് ധ്യാനമാണ്. ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണമേതൊരാളും. ഏത് വ്യക്തിയും ഈ ധ്യാനാത്മകമായ മനസ്സ്
തൻ്റെ സ്വഭാവമായി തീർക്കണം. സ്വഭാവം, സ്വന്തം ഭാവം, അതാണ് ആത്മഭാവമാണ്. എന്നാൽ ആത്മഭാവം വിട്ടാൽ പിന്നെ പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് നാം മാറുകയും നാം എപ്പോഴും അസ്വസ്ഥരും ചലനാത്മകത ഉള്ളവരുമായി തീരുന്നു. അതിനാൽ നാം ആ സ്വസ്ഥാവസ്ഥയെ പ്രാപിക്കാനുള്ള അഭ്യാസമാണ് തുടരേണ്ടത്. ധ്യാനം തുടർന്നീ വിധമാത്മകാര്യം സാധിക്കയാം വേണ്ടത് ബുദ്ധിയുള്ളോർ. ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണമേതൊരാളും.